പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സമാധാനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഇന്ത്യയെ പോലും ചൊടിപ്പിക്കുന്ന നീക്കമായിരുന്നു ആഴ്ചകൾക്ക് മുൻപ് ഹോർമൂസിൽ കണ്ടത്. ഇന്ത്യൻ പതാകയേന്തി കടൽ കടക്കാനെത്തിയ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അന്ന് ഇന്ത്യ ഇറാൻ അംബാസിഡറെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുകയും ഇറാന് ശക്തമായ താക്കീത് നൽകുകയും ചെയ്തിരുന്നു. ഇനി ആവർത്തിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നായിരുന്നു ഇന്ത്യ അന്ന് ഇറാനെ അറിയിച്ചിരുന്നത്. പിന്നാലെ തങ്ങളുടെ അറിവോടെയല്ല അത് സംഭവിച്ചതെന്നും ഇന്ത്യൻ പതാകയേന്തിയ കപ്പലുകളെ തടയാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും ഇറാൻ ഭരണകൂടം പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പല വൻ ശക്തികൾ പോലും ഹോർമൂസിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ തടസ്സങ്ങൾ ഭേദിച്ച് ഇന്ത്യൻ LPG ടാങ്കർ സർവ്വശക്തി ലക്ഷ്യസ്ഥാനത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇറാനും US തമ്മിലുള്ള സംഘർഷം മൂലം കപ്പൽ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി നിലച്ച പാതയിലൂടെയാണ് 45,000 ടൺ പാചകവാതകവുമായി ഇന്ത്യൻ സൂപ്പർ ടാങ്കർ സഞ്ചരിക്കുന്നത്. അമേരിക്ക ഇറാനുമേൽ ഉപരോധം ശക്തമാക്കിയതോടെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിലച്ചിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിന് ശേഷം ഹോർമൂസ് കടലിടുക്ക് വിജയകരമായി മുറിച്ചു കടക്കുന്ന ആദ്യ ഇന്ത്യൻ കപ്പലായി സർവ്വശക്തി മാറും. സംഘർഷത്തിനിടയിലും ഇറാനുമായുള്ള നേരിട്ടുള്ള ചർച്ചകളിലൂടെ 8 LPG കപ്പലുകൾ കടത്തിവിടാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ഫെബ്രുവരിയിൽ പേർഷ്യൻ ഗൾഫ് പ്രവേശിച്ച സർവ്വശക്തി ദുബായ്ക്ക് സമീപം വെച്ച് മറ്റൊരു കപ്പലിൽ നിന്നാണ് വാതകം ശേഖരിച്ചത്. പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് ഈ ഇന്ധനത്തിന്റെ ഗുണഭോക്താവ് എന്നാണ് റിപ്പോർട്ടുകൾ. 10 മുതൽ 14 മണിക്കൂർ വരെ സമയമെടുക്കുന്ന അതീവ സങ്കീർണമായ യാത്രയാണിത്. സുപ്രധാന നീക്കം രാജ്യത്തെ പാചകവാതക വിതരണത്തിൽ വലിയ ആശ്വാസം നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യവും 2ാമത്തെ വലിയ LPG ഉപഭോക്താവുമാണ് ഇന്ത്യ. യുദ്ധം വിതരണ ശൃംഖലയെ ബാധിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ കടുത്ത ജാഗ്രതയിലാണ്. LPG ഉൽപാദനം 60% വർദ്ധിപ്പിച്ച് പ്രതിദിനം 54,000 ടണ്ണാക്കി മാറ്റിയിരുന്നു. LPG ടാങ്കറുകൾക്ക് തുറമുഖങ്ങളിൽ മുൻഗണന നൽകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധേയമാകുന്നത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്യാധുനികവും കരുത്തുറ്റതുമായ യുദ്ധക്കപ്പൽ അമേരിക്കൻ നാവികശക്തിയുടെ അവസാന വാക്ക് USS ജെറാൾഡ് R. ഫോർഡ് ഒടുവിൽ പശ്ചിമേഷ്യൻ കടലിടുക്കുകളിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന വാർത്തയാണ്. $13 ബില്യൺ, അതായത് ഏകദേശം 1 ലക്ഷം കോടി രൂപയിലധികം ചിലവിട്ട് നിർമ്മിച്ച ഈ ഭീമൻ കപ്പൽ ഒരു കാലത്ത് സമുദ്രങ്ങളിൽ അമേരിക്കയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യത്തിന്റെ പ്രതീകമായിരുന്നു. എന്നാൽ ഇറാനുമായുള്ള കൊടിയ ശത്രുതയ്ക്കിടയിൽ മാസങ്ങളോളം കടലിൽ തമ്പടിച്ച ഈ പടക്കപ്പലിന് ഒടുവിൽ മടങ്ങേണ്ടി വരുന്നത് ശത്രുവിന്റെ പ്രഹരം കൊണ്ടല്ല, മറിച്ച് സ്വന്തം സാങ്കേതിക വിദ്യയിലെ പാളിച്ചകൾ കൊണ്ടാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് സാങ്കേതിക വിദ്യയുടെ അത്ഭുതമെന്ന പെന്റഗൺ കൊട്ടിഘോഷിച്ച അതിമാനുഷിക കപ്പൽ ദൗത്യം പൂർത്തിയാക്കാനാവാതെ മടങ്ങുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യൻ പതാകയേന്തിയ കപ്പൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ഹോർമൂസ് കടന്നിരിക്കുന്നത് എന്നതാണ്. ഒരു യുദ്ധമേഖലയിൽ നീണ്ടു നിൽക്കുന്ന സാന്നിധ്യം നിലനിർത്തുക എന്നത് സൈനികമായി ശക്തിയുടെ അടയാളമായിരിക്കാം. എന്നാൽ അതിന്റെ പിന്നിൽ സാങ്കേതിക സംവിധാനങ്ങൾക്കും മനുഷ്യ വിഭവശേഷിക്കും നേരിടേണ്ടി വരുന്ന സമ്മർദ്ദം അത്യന്തം വലുതാണ്. ഇതുകൊണ്ടുകൂടിയാണ് അമേരിക്കൻ കപ്പൽ കളം വിട്ടിരിക്കുന്നത്. ആഗോള സമുദ്രസഞ്ചാര പാതയുടെ സുരക്ഷയ്ക്ക് എന്നുകൂടി എടുത്തു പറഞ്ഞാണ് അമേരിക്ക ഈ കപ്പലിനെ വിന്യസിച്ചത്. അങ്ങനെ മറ്റൊരു ശക്തിയുടെയും സഹായമില്ലാതെ കൂടിയാണ് ഇന്ത്യയുടെ സർവ്വശക്തി കടൽ കടന്നിരിക്കുന്നത്.